നമസ്കാരം. ഇഫക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഭരണഘടനാ ശില്പികളിൽ പ്രമുഖനായ ഡോക്ടർ അംബേദ്കർക്കെതിരായി അമിത്ഷാ നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ കേവലമായ ഒരു വാക്കിൻ്റെ പിഴവോ ഏതെങ്കിലും വ്യക്തിയുടെ പോരായ്മയോ ആയി വിലയിരുത്തേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. സംഘപരിവാർ മുന്നോട്ടേക്ക് വെക്കുന്ന രാഷ്ട്രീയ സമീപനമാണ് ഇദ്ദേഹത്തിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. 1966 ഗോൾവാൾക്കറുടെ വിചാരധാര എന്ന അവരുടെ പ്രത്യശാസ്ത്രം പോലെ അംഗീകരിച്ച രേഖയിൽ അദ്ദേഹം അവതരിപ്പിച്ച കാഴ്ചപ്പാട് പരിശോധിച്ചാൽ ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാവും. ഇന്ത്യയിലെ ജനങ്ങൾ എങ്ങനെയാണ് രൂപപ്പെട്ടു വന്നത് എന്നത് സംബന്ധിച്ചുള്ള അവരുടെ അഭിപ്രായം വിരാട പുരുഷന്റെ തലയിൽ നിന്നാണ്. അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ശരീരഭാഗം. അവിടെയാണ് ബ്രാഹ്മണനും. ക്ഷത്രിയൻ കൈകളിൽ നിന്നാണ്. വൈശ്യൻ ഊരുക്കളും, ശൂദ്രർ പാദങ്ങളിൽ നിന്നും. ഇങ്ങനെയാണ് കേരളീയ സമൂഹം രൂപപ്പെട്ടത് എന്നാണ് ഈ 1966 ഗോൾവാൾക്കറുടെ വിചാരധാരയിലെ സാമൂഹ്യ നിർമ്മിതിയുടെ സങ്കല്പം. അപ്പോൾ ഇവിടെ ഈ ഒരു വിഭാഗത്തിലും പെടാത്ത ചണ്ടാള വിഭാഗമാണ് എന്ന് പറഞ്ഞാൽ പട്ടികജാതി, പട്ടികവർഗം, മറ്റ് പിന്നോക്ക ജനവിഭാഗം. അവർ ഈ ചാതുർവർണ്ണയത്തിലും ഉൾപ്പെടുന്നില്ല. അത് രൂപപ്പെട്ടത് എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ച് അവർക്ക് വ്യക്തതയുണ്ട്. അങ്ങനെയുള്ളവരെ യഥാർത്ഥത്തിൽ മനുഷ്യനായി പരിഗണിക്കുക എന്നതുപോലും ഇവർക്ക് ഒരു തരത്തിലും സങ്കല്പിക്കാൻ പോലും സാധിക്കുന്ന ഒന്നല്ല. അതുകൊണ്ടാണ് അംബേദ്കറെയും അവർക്കുൾപ്പെടെ മുന്നോട്ടേക്ക് വെച്ച നിലപാടുകളെയും അതിശക്തിയായി സംഘപരിവാർ പ്രത്യശാസ്ത്രം ആക്രമിക്കുന്നത്. ഇത്തരം പരിഹാസ്യമായ നിലപാടാണ് അംബേദ്കർ ഉൾപ്പെടെയുള്ള ഈ പട്ടികജാതി, പട്ടികവർഗ, അവർണ ജനവിഭാഗങ്ങളോടും ഇവർ സ്വീകരിക്കുന്നത് എന്ന് നമുക്കറിയാം. അംബേദ്കർ ഉൾപ്പെടെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച് രൂപപ്പെടുത്തിയ ഭരണഘടനയോട് ഇവരുടെ മാനസികാവസ്ഥ ഞാൻ നേരത്തെ പറഞ്ഞ ഒരുതരം പുച്ഛം തന്നെയാണ്. അതുകൊണ്ടാണ് ജനാധിപത്യത്തിന് അടിത്തറയായ ഭരണഘടനയ്ക്ക് പകരം മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പറഞ്ഞാൽ ചാതുർവർണ്ണ വ്യവസ്ഥയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു ഭരണഘടനയാണ് ഇന്ത്യക്ക് വേണ്ടത് എന്ന് ഇവർ വാദിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ അടിസ്ഥാനം അതാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് അവർ ഞങ്ങൾക്ക് 370 സീറ്റ് മുതൽ 430 സീറ്റ് വരെ ലഭിക്കും. അത് വെറുതെ ഒരു ആഗ്രഹ പ്രകടനം മാത്രമായിരുന്നില്ല. അതിൻ്റെ അടിസ്ഥാനം ഇന്ത്യൻ ഭരണഘടന സമൂലമായിട്ട് മാറ്റാൻ മനുസ്മൃതിയിൽ അധിഷ്ഠിതമായ ചാതുർവർണ്ണ വ്യവസ്ഥ ഉൾക്കൊള്ളുന്ന ഒരു ഭരണഘടന രൂപപ്പെടുത്താം. അതിന് ഈ 370 മുതൽ 430 വരെ സീറ്റ് വേണമെന്നാണ് അവർ വാദിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ചാതുർവർണ്ണയത്തിൻ്റെ ദാർശനിക ചിന്തകളുമായി നടക്കുന്ന ഗോൾവാൾക്കറുടെ ജന്മശതാബ്ദി ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തത് കേരളത്തെ സംബന്ധിച്ച് പരിശോധിച്ചാൽ വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവായിരുന്നു എന്നതുകൂടി കൂട്ടി വായിക്കുമ്പോഴാണ്
ഈ മൃദു ഹിന്ദുത്വ നിലപാടിന്റെ കോൺഗ്രസ് സമീപനം വ്യക്തമാകുക. ദേശീയ അടിസ്ഥാനത്തിൽ ഇപ്പോഴും അംബേദ്കറുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഈ പോൾ വാൾക്കറുമായി എന്തു തരത്തിലുള്ള ആത്മബന്ധമാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കുള്ളത് എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം ഞാൻ ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ പോൾ വാൾക്കർ തന്നെയാണ് വിചാരധാരയുടെ ഭാഗമായി ഇന്ത്യയിലെ ആഭ്യന്തര ശത്രുക്കൾ ആരൊക്കെയാണ്. 3 വിഭാഗമാണ് ആഭ്യന്തര ശത്രുവായി പ്രഖ്യാപിച്ചത്. അതൊന്ന് മുസ്ലിം, 2 ക്രിസ്ത്യാനി, 3 കമ്മ്യൂണിസ്റ്റുകാർ. ഇവര് രാജ്യത്ത് നിന്ന് പുറത്തു പോകണം എന്ന് പറയുന്നതും ഈ വിചാരധാര തന്നെയാണ്. ഇത്തരം കാഴ്ചപ്പാടുകളുടെ ഭാഗമായി വിചാരധാരയെയും അതിൻ്റെ പ്രത്യശാസ്ത്രപരമായ ഉള്ളടക്കത്തെയും പാടി പുകഴ്ത്തുന്നവരാണ് BJP-കാർ എന്ന് മാത്രമല്ല കേരളത്തിലെ നല്ലൊരു വിഭാഗം കോൺഗ്രസ്സുകാർ എന്നും ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കും. ഇത്തരം ഒരു നിലപാട് സ്വീകരിച്ച ഒരാൾക്ക് മന്ത്രിസ്ഥാനത്തിരിക്കാൻ അർഹതയില്ല എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അമിത്ഷായെ മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കേണ്ടുന്ന ഏറ്റവും ശരിയായ ഒരു നിലപാട് അവർ സ്വീകരിക്കേണ്ടതാണ്. പക്ഷേ സ്വീകരിക്കാൻ സാധിക്കാതിരിക്കുന്നത് ഇത് അംബേദ്കറെ സംബന്ധിച്ചുള്ള ഈ നിലപാട് യഥാർത്ഥത്തിൽ അമിത്ഷായുടെ മാത്രം നിലപാടായി എന്നുള്ളത് കൊണ്ടല്ല. ഇവരെല്ലാം ആഗ്രഹിക്കുന്നത് ഇതേ നിലപാടിന്റെ ഭാഗമായിട്ടാണ് എന്നുള്ളതാണ്. അപ്പൊ യഥാർത്ഥത്തിൽ രാജിവെക്കുകയോ അല്ലെങ്കിൽ പുറത്താക്കുകയോ ചെയ്യണം എന്നുള്ളതാണ് ജനാധിപത്യപരമായ മുദ്രാവാക്യം. എല്ലാവരും അംഗീകരിക്കേണ്ടുന്ന ഒരു കാര്യം അതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം കരുവന്നൂർ കേസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കരുവന്നൂർ ബാങ്ക് അവിടെ നടത്തിയിട്ടുള്ള തെറ്റായ പ്രവണതകൾ, അതിൻ്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് എടുത്തിട്ടുള്ള സമീപനങ്ങൾ, അതിന് പൂർണ്ണമായ പിന്തുണ നൽകിക്കൊണ്ട് പാർട്ടി എടുത്ത സമീപനങ്ങളെല്ലാം ഇപ്പോഴും കേരളത്തിൽ എല്ലാവർക്കും അറിയുന്ന ഒന്നാണ്. ഇന്നത്തെ പരിസ്ഥിതിയിൽ ആ ബാങ്കിനെ ഗവൺമെന്റ് സംവിധാനം കൂടി ഉപയോഗപ്പെടുത്തി മെച്ചപ്പെട്ട നിലയിൽ മുന്നോട്ടേക്ക് നയിക്കുന്ന സ്ഥിതിയാണ് ഇപ്പോഴുണ്ടായിട്ടുള്ളത്. ഇപ്പോൾ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള വഴികളിലേക്കാണ് യഥാർത്ഥത്തിൽ കാര്യങ്ങൾ നീങ്ങിയത്. സഹകരണ മേഖലയിലുള്ള ഇത്തരം പോരായ്മകൾക്ക് തീർച്ചയായിട്ടും പരിഹാരം കണ്ട് അത്തരം സഹകരണ സംഘങ്ങളെയും പൊതുവെ സഹകരണ പ്രസ്ഥാനത്തെയും സംരക്ഷിച്ചു പോവുക, അത് ഭരിക്കുന്നത് ആരെയെന്ന് നോക്കിയിട്ടല്ല, സഹകരണ പ്രസ്ഥാനങ്ങളെ പൊതുവിൽ മുന്നോട്ടേക്ക് നയിക്കാൻ ഉതകുന്ന സമീപനം സ്വീകരിക്കുക എന്നുള്ളതാണ് CPIM എക്കാലവും സ്വീകരിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ഘട്ടത്തിൽ ED ഈ കേസുമായിട്ട് കടന്നു വരികയും കേസ് അന്വേഷണം രാഷ്ട്രീയ തലത്തിലേക്ക് നീക്കാൻ, അതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട. ബാങ്ക് സംരക്ഷിക്കുകയോ ബാങ്കിന്റെ ഭാഗമായിട്ടുള്ള നഷ്ടപ്പെട്ടു പോയിട്ടുള്ള പണം കണ്ടെത്തുകയോ ചെയ്യുക എന്നുള്ളതല്ല. CPIM-നെ എങ്ങനെയാണ് കടന്നാക്രമിക്കുക എന്ന അജണ്ട ഉപയോഗപ്പെടുത്തി നിരവധി പാർട്ടി നേതാക്കൾക്കെതിരായിട്ട് അന്വേഷണവും അതിന്റെ ഭാഗമായി ചോദ്യം ചെയ്യലും ഉൾപ്പെടെ നടത്തുകയുണ്ട്. പാർട്ടി ജില്ലാ സെക്രട്ടറി M.M. വർഗീസിനെതിരായി അന്വേഷണത്തോടുള്ള അന്വേഷണം, അതുപോലെ തന്നെ മൊയ്തീൻ MLA-ക്കെതിരായി അന്വേഷണം, PK ബിജു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് നേരിട്ട് ഹാജരാകണമെന്ന് ചൂണ്ടിക്കാണിച്ച കാര്യം, കണ്ണനെ സംബന്ധിച്ചിടത്തോളം ഇതേപോലെ തന്നെ നിലപാട് എന്ന് പറഞ്ഞാൽ പാർട്ടി എന്തോ ഇത്തരം കളവുകൾക്ക് കൂട്ടുനിൽക്കുന്നു എന്ന് വരുത്താനാണ് ED. അതിന് പൂർണ്ണമായ പിന്തുണ നൽകിയിട്ടുള്ളവരാണ് മാധ്യമങ്ങളിൽ ഒരു വലിയ വിഭാഗം. എല്ലാ മാധ്യമങ്ങളും ഞാൻ പറയുന്നില്ല, ഒരു വലിയ വിഭാഗം മാധ്യമങ്ങളും അതിന് പൂർണ്ണമായിട്ട് കൂട്ടുനിൽക്കുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന PR അരവിന്ദാക്ഷനെ കേസിൽ പ്രതിയായി കഴിഞ്ഞ 15 മാസം
അദ്ദേഹത്തിന് ജാമ്യം പോലും കൊടുക്കാതെ ജയിലിൽ കിടക്കുകയും ഇപ്പോഴേറ്റവും അവസാനം അദ്ദേഹത്തിന്റെ ജാമ്യവുമായിട്ട് ബന്ധപ്പെട്ട് ഹൈക്കോടതി കേസുകൾ പരിശോധിച്ചപ്പോൾ ഇദ്ദേഹത്തെ ജയിലിൽ അടച്ച് മതിയായ ഒരു കാരണവും പറയാതെ ഇ ഡി കേസ് തെറ്റായ രീതിയിലാണ് കൈകാര്യം ചെയ്തത് എന്ന് പരസ്യമായിട്ട് പറയുന്ന നിലയുണ്ടായി. അത് എവിടെയും ചർച്ച ചെയ്തിട്ടില്ല. ഒരു മാധ്യമവും അതിന്റെ മേലെ എന്തെങ്കിലും രീതിയിലുള്ള കമന്റ് ഉണ്ടാക്കിയില്ല. ഞാൻ എല്ലാ സമയവും പറയുന്നത് പോലെ നിങ്ങളുടെ വർഗപരമായ കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് അതിനെ സംരക്ഷിക്കുന്ന ഇ ഡിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് യഥാർത്ഥത്തിൽ സ്വീകരിച്ചത്. പാർട്ടിക്കെതിരായിട്ട് കടന്നാക്രമണം നടത്താൻ ഉപയോഗിച്ച ഒരു പേരും ഒരു കേസുമായിരുന്നു അരവിന്ദാക്ഷന്റെയും അതുപോലെ തന്നെ കരുവണ്ണൂർ കേസ് എന്നതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് ജാമ്യം തന്നെ കൊടുത്ത ഒരു കാര്യമായ കേസായിട്ട് ഇതിനെ പരിഗണിക്കാൻ പറ്റില്ല എന്ന് ഹൈക്കോടതി തന്നെ പറയുന്ന നിലയിലേക്ക് എത്തുകയും ചെയ്തു. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് വലിയ പ്രചരണമാണ് കേരളത്തിലുടനീളം പാർട്ടിക്കെതിരായി അരവിന്ദാക്ഷൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രചാരവേല. അപ്പോൾ കള്ള പ്രചാരവേല നടത്തുക, സത്യസന്ധമായിട്ട് പിന്നീട് കോടതി തന്നെ അതിൽ അങ്ങനെയുള്ള ഒരു കേസും ഇല്ല എന്ന് പറഞ്ഞാൽ ആ കാര്യം തമസ്കരിക്കുക. ഇതാണ് മാധ്യമധർമ്മത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. ഇതിന്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര ഏജൻസികൾ വാർത്തകൾ മാധ്യമങ്ങൾക്ക് തെറ്റായ രീതിയിൽ നൽകുകയും പൊടിപ്പും തൊങ്ങലും വെച്ച് വാർത്തകൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ MLA-മാർ ഉൾപ്പെടെയുള്ളവരെ ഇതിന്റെ ഭാഗമായിട്ട് ചോദ്യം ചെയ്യുന്നു. CPIM-ന്റെ തന്നെ അക്കൗണ്ട് 6ഓളം അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നു. കേട്ടുകേൾവിയില്ലാത്ത രീതിയിലുള്ള നിലപാടുകളാണ് ഇ ഡി യഥാർത്ഥത്തിൽ CPM-നെതിരായി പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പെല്ലാം നടക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പെല്ലാം നടക്കുന്ന ആ സന്ദർഭത്തിൽ എടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള കള്ളപ്രചരണങ്ങൾ അത് കേസാക്കി പിന്നീട് ഗൗരവതരമായിട്ട് ഈ കേസുകളൊന്നും ഇ ഡി പിന്നീട് കൈകാര്യം ചെയ്യുന്നില്ല. ഇത് സുപ്രീം കോടതി പറഞ്ഞ വിമർശനം എത്രത്തോളം ശരിയാണ് എന്നുള്ളതാണ് ഈ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. പാർട്ടി ഓഫീസുകൾ നിർമ്മിക്കുമ്പോൾ അത് പ്രാദേശിക തലത്തിലുള്ള ഓഫീസാണെങ്കിൽ പോലും പാർട്ടി നിലപാടനുസരിച്ച് പാർട്ടി ജില്ലാ കമ്മിറ്റി സെക്രട്ടറിയുടെ പേരിലാണ് കേരളത്തിലുടനീളം വസ്തുവും അതുപോലുള്ള കാര്യങ്ങളും രജിസ്റ്റർ ചെയ്യുന്നത്. ഇതാണ് ഇ ഡി വലിയ വളരെ ഗൗരവമുള്ള പ്രശ്നമായിട്ട് ചൂണ്ടിക്കാണിച്ചത്. അവിടെ പുറത്തശ്ശേരി ലോക്കൽ കമ്മിറ്റി ഓഫീസിന്റെ നിർമ്മിതിക്ക് വേണ്ടി ഭൂമി വാങ്ങിയപ്പോൾ അതിന് അഴിമതി പണം ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. ഞങ്ങൾ എല്ലാ ലോക്കലിലും ബ്രാഞ്ചിലും ഒക്കെ ഓഫീസുണ്ട്. ഓഫീസെല്ലാം എടുക്കണമെങ്കിൽ എല്ലാം പാർട്ടി DC-യുടെ സെക്രട്ടറി ആരാണോ സെക്രട്ടറിയുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്ത് വെക്കുന്നത്. ഇതെല്ലാം തെറ്റായ രീതിയിൽ പ്രചരിപ്പിച്ച് യഥാർത്ഥത്തിൽ CPM വിരുദ്ധ പ്രചാരവേലക്ക് ആക്കം കൂട്ടുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. യഥാർത്ഥ രാഷ്ട്രീയ പകപോക്കലാണ് ഇതിന്റെ ഭാഗമായി ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ ഭാഗമായി നടന്നത് എന്ന് ഇപ്പോഴും പകൽ വെളിച്ചം പോലെ വ്യക്തമായിട്ട് മാറ്റിയിരിക്കുകയാണ്. എന്നാൽ വളരെ ഗൗരവമുള്ള പ്രശ്നമായിരുന്നു ഇ ഡിയുടെ മുമ്പിലുണ്ടായിരുന്നത് കുടകര കുഴൽപ്പണ കേസ്. അത് കൈകാര്യം ചെയ്യാനോ ആ കേസ് ശരിയായ രീതിയിൽ ഹൈക്കോടതി പറഞ്ഞിട്ട് പോലും ഹൈക്കോടതിക്ക് ഉറപ്പ് നൽകിയിട്ട് പോലും ആ കേസ് കൈകാര്യം ചെയ്യുന്നതിന് ഒരു നിലപാടും ഇ ഡി സ്വീകരിച്ചിട്ടില്ല. തിരൂർ സതീഷ് എന്ന BJP ഓഫീസ് സെക്രട്ടറി കള്ളപ്പണവുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ അതിൽ BJPക്കുള്ള ബന്ധം കൃത്യമായിട്ട് പറഞ്ഞതിന് ശേഷവും ആ കേസന്വേഷണത്തിൽ മുന്നോട്ടേക്ക് പോകാൻ കേന്ദ്ര ഏജൻസികൾ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഇതിൽ BJPക്ക് മാത്രമല്ല കോൺഗ്രസ് നേതാവായ ഷാഫി പറമ്പലിനും ഷാഫിയെ പോലുള്ളവർക്കും പങ്കുണ്ടെന്ന് കെ സുരേന്ദ്രൻ തന്നെ ആരോപിച്ചു. യാതൊരു കൊണ്ടാട്ടവും കോൺഗ്രസിനില്ല, ഇ ഡിക്കുമില്ല. അപ്പോൾ ഷാഫി പറമ്പലിന് കിട്ടിയിട്ടുള്ള കൊടുത്തു എന്ന് അവർ തന്നെ പറയുന്ന പണത്തെ സംബന്ധിച്ചുള്ള
വിശദീകരണം ആരും തന്നെ നൽകാൻ തയ്യാറില്ല. കോൺഗ്രസും തയ്യാറില്ല, ഷാഫിയും തയ്യാറില്ല, ED ഏറ്റെടുക്കാനും തയ്യാറില്ല. ഇത്തരം കാര്യങ്ങളിൽ യഥാർത്ഥത്തിൽ ED ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ രാഷ്ട്രീയ കാഴ്ചപ്പാട് വെച്ചുള്ള പ്രവർത്തനങ്ങളാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവും. അപ്പോൾ തെറ്റായ വഴികളാണ് CPM-നെതിരായി അവർ ഉപയോഗിക്കാൻ തീരുമാനിക്കുകയും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള കള്ളപ്പണ ഇടപാടുകളൊന്നും പരിശോധിക്കാനോ അവർ തന്നെ ഹൈക്കോടതിയിൽ പറഞ്ഞതുപോലെ ഞങ്ങൾ ആവശ്യമായ നിലപാട് സ്വീകരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതിന് കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കാനോ തയ്യാറില്ലാതിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ. ഈ രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലും കേരള രാഷ്ട്രീയത്തിലും ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്ന രീതിയിലാണ് ഞാൻ ഞങ്ങൾ അറിയില്ല. അതിന് അവർ തീരുമാനിക്കണ്ടേ? ഞങ്ങൾക്ക് അതിന് അത് പറഞ്ഞ് തീരുമാനിക്കണം. NCP-യുടെ മന്ത്രിയാരായിരിക്കണം എന്നുള്ളത്, മന്ത്രി ആവണോ ഇല്ലയോ എന്നുള്ളതിനെ തീരുമാനിക്കുന്നത് അവരാണ്. അവർ തീരുമാനിക്കുന്നതിനനുസരിച്ച് ഞങ്ങൾക്ക് ഇവിടെ ആവശ്യമായ നിലപാട് സ്വീകരിക്കണം. അല്ല, അത് ഞങ്ങളുടെ മുമ്പിൽ അത് ഇല്ലല്ലോ. അവിടെ കേന്ദ്രത്തിൽ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ, അവിടെ പോകുന്ന ഇവരെല്ലാം ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് കേന്ദ്രത്തിന്റെ ഭാഗമായിട്ട് വരട്ടെ, അപ്പോൾ ആലോചിക്കാം. ഞങ്ങളുടെ മുമ്പിലില്ല. ആ പരാജയം ഞങ്ങളുടെ മുമ്പിലില്ല. ഞങ്ങളുടെ മുമ്പിൽ അങ്ങനെ വരാനില്ല. ഞങ്ങൾ അതിന്റെ ഞങ്ങളുടെ മുമ്പിൽ ഇല്ലത്. പിന്നെ പ്രതി അതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ടത് നിങ്ങളിപ്പോ അവിടെ പ്രകാശ് കാരാട്ടോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രകാശ് കാരാട്ടും അവർ നടത്തിയ ചർച്ചയെ സംബന്ധിച്ച് നമ്മളോട് പറയല്ലോ. അപ്പൊ നമുക്കറിയില്ല, നമ്മുടെ മുമ്പിലില്ല. ഞാൻ പറഞ്ഞത് എല്ലാം ഒന്നും കൂട്ടിച്ചേർത്തിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞത് കേന്ദ്ര നേതൃത്വം ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാണ്. കേന്ദ്ര നേതൃത്വം ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഞങ്ങൾ പറയേണ്ടതും ഞങ്ങൾ നിലപാട് സ്വീകരിക്കേണ്ടതുമാണ് പ്രശ്നമെങ്കിൽ നമ്മുടെ മുമ്പിൽ വരുമല്ലോ. അപ്പൊ അങ്ങനെ നമ്മുടെ മുമ്പിൽ വന്നാൽ അപ്പോഴാലോചിക്കും. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ വന്നില്ല. അല്ല, ഞങ്ങളെന്താ നിലപാട് സ്വീകരിക്കേണ്ടത്? അത് അവിടെ നിന്ന് തീരുമാനിക്കേണ്ടിയാണ്, അവർ തീരുമാനിക്കേണ്ടിയാണ്. അവരെ പാർട്ടിക്കകത്ത് തന്നെയുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് അവരും അതുപോലെ തന്നെ മറ്റു പാർട്ടികളുമായി ഉഭയകക്ഷി ചർച്ചയൊക്കെ നടത്തിയിട്ട് എന്തെങ്കിലും കാര്യം നമ്മളോട് പറയേണ്ടതുണ്ടെങ്കിൽ നമ്മളത് മനസ്സിലാക്കുക, നിലപാട് സ്വീകരിക്കാം. അതിന്റെ തീരുമാനില്ല. ഞാൻ അങ്ങനെ ഒരു സാധ്യതയും കാണുന്നു. അതൊക്കെ നിങ്ങളൊക്കെ ആഗ്രഹമാണ്. ആഗ്രഹം എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ട് പതിറ്റാണ്ടുകളായിട്ട് തുടർന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടികളിൽ ഒന്നാണ് NCP. അതില് പ്രസിഡന്റ് ആര്, സെക്രട്ടറി ആര് നോക്കിയിട്ടല്ലോ, ഒരു നിലപാടടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം നിൽക്കുന്നത്. ആ നിലപാടിന്റെ ഭാഗമായിട്ടാണ് അവർ ഞങ്ങളുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്നത്. അല്ലാണ്ട് വേറെ ഏതെങ്കിലും രീതിയിലല്ല. ആരതിന്റെ പ്രസിഡന്റ് ആവുന്നു, ആരതിന്റെ സെക്രട്ടറി ആവുന്നു നോക്കിയിട്ടല്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഒരു രാഷ്ട്രീയ നിലപാടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മാത്രമേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കും. ഇല്ല, ഒരു പുനഃസംഘടന ഇതിലാണ് പുനഃസംഘടന. വരട്ടെ. ഇല്ല, ഞങ്ങളത് ആലോചിക്കുന്ന പ്രശ്നമില്ല. ഞങ്ങൾക്ക് അതിനകത്ത് ഉത്കണ്ഠപ്പെടേണ്ട ഒരു കാര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞത് കമ്പനിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കമ്പനിയിൽ നിന്ന് ചർച്ച ചെയ്തോളാം. ഗവൺമെന്റിന് അതിനുമായി ബന്ധപ്പെട്ട എന്തൊക്കെ പ്രശ്നങ്ങൾ അവരുമായിട്ട് ചർച്ച ചെയ്തു. ഞങ്ങൾക്ക് അതിലൊന്നും പ്രശ്നമില്ല. ഞങ്ങളതിൽ ഒറ്റ കാര്യം മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിനെ രാഷ്ട്രീയമായിട്ട് പാർട്ടിക്കെതിരായും പിണറായിക്കെതിരായും നടത്താൻ ശ്രമിച്ച ശ്രമത്തെ ഞങ്ങൾ പ്രതിരോധിച്ചിട്ടുണ്ട്. അത് ഇന്നലെയും പ്രതിരോധിച്ചിട്ടുണ്ട്,
ഇന്നും പ്രതികൂലം, നാളെയും പ്രതികൂലം. അതിന്റെ അപ്പുറത്ത് ഞാൻ തന്നെ അതുപോലെ ആരെ ആ കോഴിക്കോട് മാത്രമല്ല അവിടെ ഇവിടെ എത്തിയിട്ടത് മെക്സവൻ പല സ്ഥലത്തുണ്ട്. അത് കോഴിക്കോട് മാത്രമാണ് ആരാ പറഞ്ഞത്? ആര് ഇല്ലില്ല. എന്താ മനസ്സിലാക്കിയത്? എന്താ മനസ്സിലാക്കിയത്? അത് CPM നിലപാടല്ലാതെ വ്യക്തമായല്ലോ. അതായത് CPM-ന്റെ നിലപാടാണ് പിന്നെ വിവരിക്കൂല്ലോ. അതാ കാര്യം. ഞങ്ങൾക്ക് ഓരോന്നിനെ സംബന്ധിച്ചും കൃത്യമായ നിലപാടുണ്ട്. ആ നിലപാട് ഏതെല്ലാം എങ്ങനെയെല്ലാം ഈ വർഗീയ ശക്തികളും തീവ്രവാദ പ്രസ്ഥാനങ്ങളും വിവിധങ്ങളായ മേഖലയിൽ ഇടപെടുന്നുണ്ട് എന്നതിനെ പറ്റി എല്ലാമുള്ള വ്യക്തതയുണ്ട് ഞങ്ങൾക്ക്. എന്നാൽ ഈ പറയുന്ന ഒരു ആരോഗ്യ പരിപാലനവുമായിട്ട് ബന്ധപ്പെട്ടു നിങ്ങൾ സംസാരിക്കുന്ന ഈ പേര് X7 ആ രീതിയിൽ ഏതെങ്കിലും ഒരു വർഗീയവാദ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഉപകരണമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് കൃത്യമായ നിലപാട് വെച്ചുകൊണ്ടേ പറയാൻ സാധിക്കൂ. ഏതെങ്കിലും രീതിയിലുള്ള കൂട്ടായ്മകൾ മുഴുവൻ എല്ലാം വർഗീയമാണ്, വർഗീയ കൂട്ടായ്മയാണ് എന്ന് പറയാൻ സാധിക്കുന്നതല്ല. ഈ കൂട്ടായ്മ ഉണ്ടെങ്കിൽ പരിശോധിച്ച് അത് ഞങ്ങൾക്ക് മാത്രം ബാധകമായതല്ലോ. വർഗീയത എന്ന് പറയുന്നത് എല്ലാ ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമാണ്. CPM-ന് മാത്രം ബാധകമായ ഒരു പ്രശ്നമല്ല. അത് സംബന്ധിച്ച് കൃത്യമായ നിലപാട് സ്വീകരിച്ചു പോകാൻ എല്ലാവർക്കും സാധിക്കണം. അത്രയേ ഉള്ളൂ. ജില്ലാ സമ്മേളനം ആരംഭിക്കണം. അപ്പോൾ ജില്ലാ സമ്മേളനം കഴിഞ്ഞു. അപ്പോൾ ഈ കഥാപതിയില് ഭരണം നടത്തിയ ആളുകളെ വിമർശനമൊന്നുമില്ല. അങ്ങനെ നിങ്ങൾക്കൊരു ആഗ്രഹമുണ്ട് മാത്രം. ഞങ്ങൾ പാർട്ടി സംഘടനാപരമായിട്ട് എന്ത് നടപടി എടുക്കേണ്ട എന്നുള്ളതല്ല പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ്. അത് പാർട്ടി തീരുമാനിക്കും. അത് പറയാൻ പറ്റില്ല. അങ്ങനെ ഇപ്പം പറയാൻ പറ്റില്ല. പാർട്ടി തീരുമാനിക്കും. സമയമെടുക്കും. കുറച്ച് സമയം നിങ്ങൾ കാത്തിരിക്കേണ്ടി വരും. ഇത് മാത്രമല്ല, എല്ലാ സമ്മേളനവും അതാണ്. പാർട്ടി സംവിധാനം മുഴുവൻ എല്ലാ കാലത്തും ഈ പറയുന്ന രീതിയിലുണ്ടാകുന്ന നിരവധിയായ തെറ്റായ പ്രവണതകളെ ശരിയായ രീതിയിൽ നയിച്ച് അതിന്റെ ജീർണതകൾ ഒഴിവാക്കി ആരോഗ്യകരമായ ഒരു പാർട്ടിയെ മുന്നോട്ടേക്ക് നയിക്കാനാണ് പാർട്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഈ പാർട്ടി തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. സമ്മേളനം മാത്രം കൊണ്ട് തീരുന്നില്ല. സമ്മേളനം കഴിഞ്ഞാൽ പിന്നെയും പാർട്ടി സംഘടന ഉണ്ടാവില്ല. പാർട്ടി ശരീരം ഉള്ളിടത്തോളം കാലം നിലനിൽക്കും. മനസ്സിലായ അവിടെ നാളെ അവസാനിക്കാൻ പോവുകയാണ് എന്നുള്ള തിരിച്ചറിയൊന്നും വേണ്ട. ഞങ്ങളിത് ഇതിനെതിരായിട്ടും അതിന്റെ ഭാഗമായിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ചും പാർട്ടി മുന്നോട്ടേക്ക് പോവുകയാണ്. അല്ലെ, ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് ഇപ്പൊ ചോദിക്കാൻ തന്നെ ചോദ്യമില്ലല്ലോ. സമ്മേളനത്തോട് നിങ്ങൾ ധരിച്ചതെന്ന് വെച്ചാൽ ഭയങ്കരമായ എന്തോ കുട്ടിപ്പിടി അങ്ങനെയാണുള്ള ഹെഡിങ് തന്നെ 4 പേജ്. ഇപ്പോ കുറച്ച് ആഴ്ചയായി പ്രായസമ്മേളനം 38,000 പ്രായസമ്മേളനം കഴിഞ്ഞ് 2004 2 ദിവസം കൊണ്ട് തീരാൻ പോവാണ്. ഒന്നാമത്തെ ജില്ലാ സമ്മേളനം കൊല്ലത്ത് കഴിഞ്ഞ് രണ്ടാമത്തെ ജില്ലാ സമ്മേളനം ഇവിടെയും വയനാടും നാളെ ലഭിക്കാനും പോകും. ഒരു പ്രശ്നമില്ലാതെ ഈ പാർട്ടി സമ്മേളനങ്ങളൊക്കെ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് പാർട്ടി നിലപാട്. അത് ആ അജണ്ട അനുസരിച്ച് തന്നെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്ത് പോകുന്നു എന്നുള്ളതാണ് നിങ്ങളെ വാർത്തയൊന്നും ഇപ്പോൾ പുതുതായിട്ട് വരാതിരിക്കുന്നതിന്റെ അടിസ്ഥാനം. ഞാൻ പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിച്ചോ? അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ ഞാൻ ഉദ്ദേശിച്ച കാര്യം ഇത്രയാണ് എന്നുള്ളത് മോഹൻ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞു ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. അത് ഇങ്ങനെയുള്ള സംഘടനകൾക്കകത്ത് ആളുകൾ നുഴഞ്ഞു കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമം ഉണ്ടാകുന്നു എന്നുള്ള ഭൂതകാല ചരിത്രത്തെ കൃത്യമായിട്ട് ഈ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഞാനിപ്പോൾ അവരെല്ലാം ആ രീതിയിലുള്ള ഭീകരവാദികളാണ് എന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്നും മോഹൻ മാഷ് തന്നെ പറയുന്ന നില ഉണ്ടായിട്ടുണ്ട്. അവിടെ നിന്നാൽ മതി. ഇപ്പൊ തൽക്കാലം ഇതിന്റെ അകത്ത് പാർട്ടി നിലപാടാണ് ഞാൻ പറഞ്ഞത്. പാർട്ടിക്ക് ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ
മറ്റേ കായികമായ പരിശീലനമോ അതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലുമോ വർഗീയമാണ് എന്നുള്ള അഭിപ്രായം ഞാൻ അറിയാം. ഞാൻ വീടിന്റെ പ്രശ്നമല്ലേ അതിനെപ്പറ്റി ഞാൻ പറഞ്ഞല്ലോ കാര്യം. അത് പറഞ്ഞ പാർട്ടി നിലപാട് ഏതെല്ലാം മേഖലയിൽ എങ്ങനെയെല്ലാം വർഗീയവാദികളും തീവ്രവാദികളും അതുപോലെ ഭീകരശക്തികളും ഇടപെടുന്നുണ്ടോ എന്നുള്ളത് സൂക്ഷ്മമായിട്ട് ജനാധിപത്യ സമൂഹമാകെ ഗൗരവപൂർവ്വം വീക്ഷിക്കുക. അതിന്റെ അപ്പുറത്ത് ഇന്നതിന്റെ അകത്താണ് ഇത് കയറിയിട്ടുള്ളത്, ഇന്നതിനാണ് കയറാതിരിക്കുന്നത് എന്ന് ഇപ്പം പറയേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. വളരെ പകൽ വെളിച്ചം പോലെ വ്യക്തമാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾക്ക് ഒരു സംശയത്തിന് പഠിക്കും. അത് എനിക്ക് പറയാൻ സാധിക്കുന്നതാണ് ഏതാ ശരി ഏതാ തെറ്റ്. ഇത് നയപരമായ ഒരു കാര്യം. ആരെങ്കിലും ഒരു പ്രസംഗത്തിന്റെ ഭാഗമായിട്ട് ഔപചാരിക നയപരമായ പ്രശ്നമല്ലല്ലോ അതൊന്നും. പോളിറ്റ് ബ്യൂറോ തന്നെ ഇനി ഞാനായാലും വിജയരാഘവനായാലും ആരായാലും ഒരു പ്രസംഗത്തിന്റെ ഭാഗമായി ആലങ്കാരികമായി പറയുന്ന ഏതെങ്കിലും പദപ്രയോഗങ്ങളെല്ലാം വലിയ പ്രത്യശാസ്ത്രപരമായ പ്രശ്നമായിട്ട് ചർച്ച ചെയ്യേണ്ട വല്ല കാര്യവും അങ്ങനെ കാര്യമില്ല എന്ന് എന്റെ അഭിപ്രായം. അല്ല, ആര് പറഞ്ഞാലും അതൊരു പ്രത്യശാസ്ത്ര പ്രശ്നമായിട്ട് കൈകാര്യം ചെയ്യേണ്ട കാര്യമില്ല. ഒരു സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് അതിന്റെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുമ്പോൾ അവിടെ വന്ന ചില കാര്യങ്ങളും എല്ലാം കൂടി ചേർത്തുകൊണ്ട് ആലങ്കാരികമായി പറഞ്ഞ കാര്യമായിട്ട് കണ്ടാൽ മതി. അതല്ലാതെ അതിനെ പർവ്വതീകരിച്ച് അതിന്റെ മേലെ ഒരൊന്നും കിട്ടുന്നില്ല കുറെ കാലമായിട്ട്. അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി നടത്തും നിങ്ങൾക്ക് മാധ്യമത്തിന്. അല്ലാണ്ട് ഇപ്പോ കോടതിയൊന്നുമില്ല. കുറച്ച് ദിവസമായിട്ട് ഒരു കാര്യം ഒരു ഇര കിട്ടിയില്ല CPM-നെതിരായിട്ട്. അപ്പോഴാണ് ഇങ്ങനെ കാറ് പോകുന്നത്, ബസ് പോകുന്നത്. ആരെ ആയിക്കോട്ടെ, അദ്ദേഹത്തിന്റെ അഭിപ്രായം. എനിക്ക് അഭിപ്രായമൊന്നുമില്ല. ഞാൻ അഭിപ്രായം പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോ പറയണമെങ്കിൽ ആലോചിച്ച് പറയാം കേട്ടോ. ഏതെങ്കിലും ഒരു എന്ത് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ DGP ADGP-യിലാവുന്നത് രാഷ്ട്രീയമാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായം ആ അഭിപ്രായത്തിനോട് എനിക്ക് യോജിപ്പില്ല. അദ്ദേഹം പറയുന്ന മുഴുവൻ കാര്യങ്ങളോട് ഞാൻ യോജിച്ചോളൂ എന്ന് പറഞ്ഞാൽ നിൽക്കൊന്നും പിടിക്കേണ്ട കാര്യം എന്താണ്? എനിക്ക് എന്റേതായ നിലപാട് സ്വീകരിക്കണമെങ്കിൽ ഞങ്ങൾ ചർച്ച ചെയ്ത് ആവശ്യമായ നിലപാട് സ്വീകരിക്കണ്ടേ? അത് സ്വീകരിച്ചില്ല, ഞങ്ങൾ തീരുമാനിച്ചില്ല. ആ സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ടില്ലേ? അതൊക്കെ ഞാൻ പറഞ്ഞാൽ മനസ്സിലായില്ല മലയാളത്തിൽ. അത് ചർച്ച തീരുമാനിക്കണം. അല്ലാണ്ട് ഞാൻ ഒറ്റക്കാരോട് പറയാം. നയപരമായ തീരുമാനം സർക്കാർ എടുത്താൽ ആ നയപരമായ തീരുമാനത്തോട് എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടതെന്ന് CPM-നെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ ഇല്ലെങ്കിൽ ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കും എന്നിട്ട് പറയും. എന്ത് എന്തെങ്കിലും നിങ്ങളോടിപ്പം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളോടിപ്പം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. CPI പറഞ്ഞിട്ടുള്ള കാര്യത്തിനോട് യോജിക്കാനും ഇപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നോക്കാം, വേറെ എന്തെങ്കിലും ആരോഗ്യം. അതല്ലേ ഞാൻ പറഞ്ഞു, ഇതിന്റെ കൂട്ടായ പ്രസ്ഥാനല്ലേ. ഞങ്ങൾക്ക് ഇപ്പൊ ഒരു കാര്യം കേട്ട ഉടനെ തന്നെ നിങ്ങളൊരു ചോദ്യം ചോദിച്ചു ഉടനെ തന്നെ ഞാൻ മറുപടി പറയാം. ഞാൻ നിങ്ങളോട് പറയുന്ന മറുപടിയല്ല, ഞങ്ങൾ മുമ്പ് ചർച്ച ചെയ്ത് തീരുമാനിച്ച കാര്യങ്ങളായിട്ട് സ്ഥലപ്പെടുത്തിയ മറുപടിയാണ്. അല്ലാണ്ട് നിങ്ങൾ ചോദിച്ച ഉടനെ ഞാനൊരു മറുപടി പറയാമെന്ന് നിങ്ങൾ ഇരിച്ചിട്ടുള്ളത്. നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയാണ്. ഏത് ജനങ്ങൾക്ക്? കേരളത്തിലെ മാധ്യമങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. കേരളത്തിലെ മുഴുവൻ ആൾക്കും അറിയാം. അതാണ് നേരത്തെ പറഞ്ഞത്. കരുവണ്ണൂർ ബാങ്കിന്റെ പ്രശ്നം വന്നപ്പോ ED എടുത്ത നിലപാടിന്റെ ഭാഗമായി ഞങ്ങളുടെ പാർട്ടിയുടെ അക്കൗണ്ട് ഉൾപ്പെടെ മരവിപ്പിച്ചു. അവിടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഉൾപ്പെടെ ജയിലിലടച്ചു. 15 മാസമായി. കോടതി പറഞ്ഞു ഇതെന്തിന്റെ കാര്യത്തിലാണ് ജയിലടച്ചത്? നിങ്ങൾ കൊടുത്തോ? വാർത്ത കൊടുത്തോ? ജനങ്ങൾക്ക് വേണ്ടി വാർത്ത കൊടുത്തു? ആര് കൊടുത്തു? നിങ്ങൾ ആരും വായിക്കുന്ന സ്ഥലത്ത് കൊടുക്കൂല. യേശാവിന് ഒരു ജയിൽ കൊടുത്തു. അപ്പൊ ജനങ്ങൾക്ക് വേണ്ടി ചോദിക്കുന്നു പറയണ്ട കേട്ടോ. ജനങ്ങളെല്ലാം വളരെ വളരെ വ്യത്യസ്തമാണ്.
നിങ്ങൾ ചോദിക്കുന്നതിന് ഒരു ചോദ്യത്തിന്റെ ഉത്തരം എനിക്കാണെന്ന് ഞാൻ അറിയുന്നത്. ഞങ്ങൾ ഞാൻ പറഞ്ഞത് പാർട്ടി എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് ജനങ്ങളാണെന്നാണ്. നിങ്ങൾക്ക് എന്ത് അറിയാമെന്ന് കാര്യം? പറഞ്ഞോ. നിങ്ങൾ പറയുന്നത് അങ്ങനത്തെ കുഴപ്പം? നിങ്ങൾ പറയുന്നതിന് നിരന്തരമായിട്ട് ലംഘിച്ചുകൊണ്ടാണല്ലോ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളത് ലംഘിക്കും, ആയിക്കോട്ടെ, അതല്ലേ ജനാധിപത്യം. മതി, നേരത്തെ പറഞ്ഞത് ടൈമറോട് പഠിക്കും. ഒരു ലാഭവുമില്ല, പാർട്ടി ഒരു ലാഭവും പറഞ്ഞിട്ടില്ല. പാർട്ടി പറഞ്ഞത് പാർട്ടി സംബന്ധിച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. ഞങ്ങൾ ചർച്ച ചെയ്ത് പറയാറുണ്ട്, ഇപ്പൊ പറയുന്നില്ല. അതെല്ലാം എന്തൊക്കെയോ പറയുന്ന കൂടുതലാണ്. ഞാനിപ്പോ അതിനൊന്നും മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. സതീശൻ പറയുന്ന കാര്യത്തിന് മുമ്പ് മറുപടി പറയാൻ പുറപ്പെട്ടാൽ ഞാൻ എത്ര പ്രാവശ്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു നിങ്ങളോട് തന്നെ. ഗോൾവാൾക്കറുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയുടെ മുമ്പിൽ പോയി ഉദ്ഘാടനം ചെയ്ത് പ്രാർത്ഥിച്ച ആളാണ് ഈ പറയുന്ന വി സതീശൻ. എന്തിന്റെ മതനിരപേക്ഷതയെ അദ്ദേഹം പറയാം? അമ്മാതിയുടെ വർത്താനം പറയുന്ന ആളുകളാണ് അവരോടൊന്നും ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തും പറയും. അങ്ങനെയാണ്. ഇത് കരുകോലി സിദ്ധാന്താണ്. അദ്ദേഹം മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. എനിക്ക് എല്ലാം നല്ല പരിചയമുള്ള ആളുകൾ. വി സതീശൻ നന്നായിട്ട് സംസാരിക്കുന്നയാൾ, മാന്യതയോടുകൂടിയാണ് പെരുമാറുക. കരുകോലി സിദ്ധാന്തം വന്നപ്പോൾ എല്ലാവരെയും നിഷേധിച്ചോളണം. അപ്പോൾ പിന്നെ നിഷേധിക്കാനുള്ള പുറപ്പാണ്. ആ നിഷേധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്നാണ് സതീശൻ മനസ്സിലാക്കിയത്. ഞങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടില്ല. നിങ്ങളോട് ഞാൻ പറയുന്നത് വിശ്വസനല്ല മനസ്സിലാവും. ഒറ്റപ്പെട്ട രീതിയിലൊന്നും കാര്യങ്ങൾ അവതരിപ്പിക്കണ്ട കേട്ടോ. അല്ല, ഞാൻ പറഞ്ഞത് ഒറ്റപ്പെട്ട രീതിയിൽ അവതരിപ്പിക്കണ്ടെന്ന്. എന്നാൽ ഒറ്റപ്പെട്ട രീതി തന്നെ അവതരിപ്പിച്ചത്. ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഭാഗമല്ലേ CPI. അതുകൊണ്ടെന്താ? അതൊരു രണ്ട് പാർട്ടിയല്ലേ? രണ്ട് പാർട്ടിക്ക് രണ്ട് പാർട്ടിയുടെ അഭിപ്രായം ഉണ്ടാവില്ലേ? അത് കേട്ട ഉടനെ തന്നെ ആ ചോദ്യം അതിനൊപ്പം ചേർത്ത് പറഞ്ഞതില്ലേ എന്തെടുത്താനാ? നിങ്ങളുടെ പോളിറ്റിക്സ് എന്ന് പറയുന്നത്, രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു സാധാരണ മാധ്യമ പ്രവർത്തനം ചേർന്നതല്ലാട്ടാണ്. അത് മനസ്സിലാക്കുന്നത്. ഉടനെ അതിന് അപ്പോൾ ചാൻസ് കിട്ടി ചോദിക്കാൻ. ഉടനെ ആർക്കും ഒരു ചോദ്യം രീതിയിലൊന്നുമല്ല. അത് എങ്ങനെയാണ്? ഞാൻ പറഞ്ഞ പ്രശ്നം എന്തായിരുന്നു? വി ഡി സതീശനെ പറ്റി ഞാൻ പറഞ്ഞത് എന്താ? വി ഡി സതീശനോട് പറഞ്ഞത് RSSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദാർശനികനായ ഗോൾവാൾക്കറുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങിൽ അദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ച് അതിനെ വഴങ്ങി അതിന്റെ ഭാഗമായി ഉദ്ഘാടന പ്രസംഗം നടത്തി. അങ്ങനെയുള്ള ഒരാളാണ് ആര്? വി ഡി സതീശൻ എന്ന് ഞാൻ പല പത്രസമ്മേളനത്തിൽ നിങ്ങൾ ആരും കൊടുക്കില്ല. അതിനെപ്പറ്റി പറഞ്ഞപ്പോൾ ഉടനെ തന്നെ അങ്ങനെ തന്നെയാണോ? അങ്ങനെയാ ചോദിച്ചത്. ശരി, മതി. വെറുതെ ആവശ്യമില്ലാതെ ചർച്ച നിങ്ങൾ ഒരു കാമ്പൗണ്ടാവണം ചർച്ചക്കൊക്കെ കേട്ടോ. എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ചോദിച്ചാൽ പോലും ശരിയാവില്ല. ചോദിച്ചിട്ടുണ്ട്. ഞാൻ വളരെ അസ്വസ്ഥത ഇല്ലാണ്ടാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കെന്താ നിങ്ങൾ ചോദിച്ചതിന്റെ കാര്യത്തിൽ ഞാൻ അസ്വസ്ഥപ്പെട്ട പല കാര്യം ഉണ്ടായിരിക്കും. അങ്ങനെ ചോദിക്കണ്ട കേട്ടോ. അങ്ങനെ ആരെങ്കിലും ചോദിച്ചാൽ ഇവിടെ അസ്വസ്ഥപ്പെട്ട് വേറെ എന്തെങ്കിലും പറയുന്നു വിചാരിക്കും വേണ്ട കേട്ടോ. മനസ്സിലായില്ലേ? അല്ല, അങ്ങനെയുള്ള അസ്വസ്ഥത ഇല്ലാന്ന് മനസ്സിലായില്ലേ? പിന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇപ്പൊ പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെ അമ്മാതിരിയുള്ള വർത്താനല്ലല്ലോ നമ്മൾ പറയുന്നത്. നമ്മൾ ന്യായമായ ജനാധിപത്യമായ ചോദ്യം സൂത്രല്ലേ നമ്മൾ പറയുന്നത്. ജനാധിപത്യ രീതി എന്ന് പറഞ്ഞാൽ ജനാധിപത്യപരമായ രീതിയിൽ കാര്യങ്ങൾ ഉന്നയിക്കുക, ജനാധിപത്യപരമായ രീതിയിൽ കാര്യങ്ങൾക്ക് മറുപടി പറയുക, അതല്ലേ രീതി. അതിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വെച്ചിട്ട് ഉടനെ താൻ ആഗ്രഹിക്കുന്ന രീതിയിൽ വേറെ എന്തോ ഒരു കാര്യം അവതരിപ്പിക്കാൻ പാടില്ലല്ലോ. അത് ശരിയല്ലല്ലോ. നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാവുന്ന അത് ശരി. അതൊക്കെ നോക്കാം. നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാവുന്ന പക്ഷെ നിങ്ങൾ നേരെ അന്യാ പറയുന്നത്. എനിക്ക് അസ്വസ്ഥത ഉണ്ടാവുന്ന നിങ്ങൾ പറയുന്നത്. എനിക്ക് അസ്വസ്ഥത ഇല്ല. എന്നാ പിന്നെ പ്രശ്നം യാതൊരു സംശയമില്ല. ജനാധിപത്യപരമായ ഉള്ളടക്കം തന്നെയാണ്. അതായത് വി ഡി സതീശനുമായിട്ട് ബന്ധപ്പെട്ട ഗോൾവാൾക്കറുടെ പ്രശ്നത്തിന്റെ മേലെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ തന്നെയാണോ CPIയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ നിലപാടിൽ അതിനെങ്ങനെയാണോ സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് യാതൊരു പരസ്പര ബന്ധമില്ലാതെ ചോദ്യമല്ലേ. ആ ചോദ്യം അങ്ങനെ ചോദിക്കേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞത്. അതിൽ തന്നെ ഞാൻ ഇപ്പോൾ ഉള്ളൂ. അത്രയേ ഉള്ളൂ. ആരെ നിങ്ങൾക്ക് എന്തും പറയാം. നിങ്ങൾക്ക് ആവശ്യം നാളെ മലയാള മനോരമ ഒരു ഹെഡിങ് വേണം.
CPM സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എന്ന CPI സംസ്ഥാന സെക്രട്ടറിയെ തള്ളിപ്പറഞ്ഞു എന്നുള്ള വാർത്തകൾ കേട്ടാനല്ലേ. അതിലൊന്നും ഞങ്ങൾക്ക് യാതൊരു ഉൾക്കണ്ടിയില്ല. ഞങ്ങൾ രണ്ട് പാർട്ടിയായിട്ട് പ്രവർത്തിക്കുമ്പോൾ ആ പാർട്ടിയുടെ വ്യത്യസ്തതയുള്ള നിലപാടുകൾ ചിലപ്പോൾ പറഞ്ഞു വരും. പക്ഷെ ഞങ്ങളൊരു പൊതുവായ കാഴ്ചപ്പാട് വെച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന രീതിയിൽ കൂട്ടായി യോജിച്ച് ആരെക്കാളും കൂടുതൽ ബന്ധം CPI-യുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന പാർട്ടിയാണ് CPI. ഇനി വൈകാതെ സംശയം ഉണ്ടാവേണ്ട കാര്യമില്ല. എന്ത് കാര്യം കൊടുത്താലും എനിക്ക് കുഴപ്പമില്ല. അതിൽ